ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു മാമൂസ് ഉണ്ടാക്കിയാലോ. ചിക്കൻ മാമൂസാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ചിക്കൻ ഇത് വേവിച്ചിട്ട് ചെറുതായിട്ട് ഒരു 4 പീസ് മാംസമുള്ള ചിക്കൻ്റെ ഭാഗം 4 ഞാൻ ഇതേപോലെ എടുത്ത് ചെറുതായിട്ട് വേവിച്ച് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച് ചെറുതായിട്ട് നുറുക്കി വെച്ചിരിക്കുന്നതാണ്. ഇനിയിപ്പോൾ പച്ചയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ പച്ചയ്ക്കാണെങ്കിൽ ഇതിന് ടേസ്റ്റ് കൂടുതൽ. പച്ചയ്ക്ക് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് വെക്കുക കേട്ടോ ചിക്കൻ്റെ പീസ്. പിന്നെ അതുപോലെ തന്നെ അതിലേക്ക് ഞാൻ പച്ചക്കറി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമെന്നുണ്ടെങ്കിൽ മാത്രം പച്ചക്കറി എടുത്താൽ മതി. ചിക്കൻ്റെ കൂടെ ഞാൻ അതിലേക്ക് ഒരു ചെറിയൊരു ക്യാരറ്റ്, ഒരു 3-4 ബീൻസ്, ഒരു ചെറിയൊരു ലീഫിൻ്റെ കോളിഫ്ലവർ അല്ല ക്യാബേജിൻ്റെ ഒരു ചെറിയൊരു ലീഫ്, ഇത്രയാണ്. അതിൻ്റെ അകത്തേക്ക് ഒരു 4 പച്ചമുളക്, ഇത്രയും ഞാൻ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും സവോളയും എല്ലാം കൂടെ ചെറുതായിട്ടൊന്ന് കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു 2-3 വെളുത്തുള്ളിയും പിന്നെ ഇതാ ഒരു എത്രയാണ് ഇഞ്ചിയും എല്ലാം കൂടിയാണ് ഞാൻ കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഞാനിതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ചിക്കൻ ഞാൻ പ്രത്യേകം പറയുകയാണ്, പച്ചയ്ക്ക് കൊത്തി അരിഞ്ഞിട്ട് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് ഇത് ശരിയാക്കി എടുക്കുന്നതാണ് ഒന്നും കൂടെ ടേസ്റ്റ് കേട്ടോ. നിങ്ങൾക്ക് വേവിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ വേവിച്ചെടുത്തതിന് ശേഷം പൊടിച്ചെടുത്താൽ മതി. നമ്മളിത് ചെറുതായിട്ട് കൊത്തി അരിയുമ്പോൾ ഈ ചിക്കൻ ഇതിൻ്റെ അകത്ത് കിടന്ന് വഴറ്റുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാക്കണമെന്ന് പറയുന്നത് കേട്ടോ. എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുവാണ് കേട്ടോ. ഇതിലേക്ക് ഇതെല്ലാം ഇട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. എല്ലാം കൂടെ ഒന്നിച്ചിട്ട് വഴറ്റാം കേട്ടോ. കടുകൊന്നും പൊട്ടിക്കണ്ട. അല്ലാതെ എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്കിതെല്ലാം ഒന്നിട്ട് ഇതിനകത്തേക്ക് ഇട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം കേട്ടോ. നിങ്ങളുടെ ആവശ്യത്തിന് എത്ര ഉപ്പ് വേണോ അതനുസരിച്ച് ഉപ്പ് ചേർക്കാം. ഞാൻ ചിക്കൻ്റെ അകത്ത് ഉപ്പിട്ടാണ് വേവിച്ചിരുന്നത്, അതുകൊണ്ട് കുറച്ച് ഉപ്പാണ് കേട്ടോ ചേർക്കുന്നത്. ഇതൊന്ന് വഴന്ന് വന്നപ്പോഴത്തേക്ക് ഞാൻ അതിലേക്ക് ചിക്കനും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് ചിക്കൻ തന്നെ മതിയെന്നുണ്ടെങ്കിൽ ചിക്കൻ തന്നെ എടുക്കുക. ഞാൻ ചിക്കനും വെജിറ്റബിളും കൂടെ കൂട്ടിയാണ് എടുക്കുന്നത്. ഇനി വെജിറ്റബിൾ കൊണ്ട് തന്നെ മാമൂസ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. ചിക്കൻ ഇല്ലാതെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. ഇതിലേക്ക് ഞാൻ അല്പം ഇച്ചിരി ചിക്കൻ ഇട്ടതുകൊണ്ട് ഇച്ചിരി മസാല ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. മസാല ചേർക്കണമെന്നില്ല, ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ, കാരണം മസാല ഇട്ട് നമ്മൾ ചിക്കൻ ഒന്ന് വേവിച്ച് വെച്ചിരിക്കുന്നതാണല്ലോ, അതുകൊണ്ട് ഞാൻ ചിക്കൻ മസാല ഇതിലേക്ക് ചേർത്തിരിക്കുകയാണ് കേട്ടോ. ഒരല്പം ചിക്കൻ മസാലയും കൂടെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഇല്ലെങ്കിൽ ഇങ്ങനെ തന്നെ എടുത്താൽ മതി കേട്ടോ. തന്നെ ആവശ്യത്തിനായി ഇത് നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി കേട്ടോ. ഇതെല്ലാം ഇപ്പോൾ ഈ ചിക്കൻ വേവിക്കാതെ ഇടുവാണെന്നുണ്ടെങ്കിൽ ഇച്ചിരിയും കൂടെ വേവിക്കണം. പച്ചക്കറി ആയതുകൊണ്ട് ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി. ഇത് ചിക്കൻ ഞാൻ വേവിച്ചിട്ടേക്കുന്നതുകൊണ്ട് ഇത്രയായിട്ടുള്ളത് മതി. ഇത് നമുക്ക് ഓഫ് ചെയ്തതിന് ശേഷം ഞാനിത് ഒരു ഗ്ലാസ് മൈദ എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ എടുക്കുന്നതിൻ്റെ അനുസരിച്ച് നിങ്ങൾ എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഒരു ഗ്ലാസ് മൈദ എടുത്തിട്ടുണ്ട്. നമുക്ക് ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന പോലെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. അതിന് ശേഷം നമുക്ക് അല്പം വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. മൈദപ്പൊടിയാണ് കേട്ടോ എടുക്കേണ്ടത്. അത് നമുക്കിതിലേക്ക് ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കാം. ചപ്പാത്തിക്കൊക്കെ നമ്മൾ കുഴക്കില്ല, അതുപോലെ നമുക്ക് കുഴച്ചെടുത്താൽ മതി കേട്ടോ. അതേപോലെ ആദ്യം കുറേശ്ശെ വെള്ളം ഒഴിച്ച് വേണം കേട്ടോ ഇളക്കാനായിട്ട്. അന്നേരം നമുക്ക് കുഴപ്പമില്ല, കട്ട കെട്ടാതെ നമ്മൾ നന്നായിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഇതേപോലെ കുഴച്ചെടുക്കുക. അതിന് ശേഷം നമ്മൾ ഇതേപോലെ കുഴച്ചെടുത്തതിന് ശേഷം ചെറിയ ബോൾസായിട്ട് നമുക്ക് എടുക്കാം. ഇതേപോലെ നന്നായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. ചപ്പാത്തിക്ക് നമ്മൾ പരത്തുന്ന പോലെ തന്നെ നമ്മൾ കുഴച്ച് എടുത്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ പരത്തി എടുക്കുക. എന്നിട്ട് ചെറിയ ബോൾസായിട്ട് നമ്മൾ എടുക്കുക കേട്ടോ.
ചെറിയ ചെറിയ നമുക്ക് ചപ്പാത്തിക്കൊക്കെ നമ്മൾ എടുക്കുമല്ലോ, അതുപോലെ ചെറിയ ചെറിയ ഉരുളകളായിട്ട് നമുക്ക് ആദ്യം എടുത്തിടാം. അതിന് ശേഷം നമുക്കിത് പരത്തിയാൽ മതി കേട്ടോ. ഇതേപോലെ ഉരുട്ടി ഉരുട്ടി എടുക്കുക കേട്ടോ. ഇതേപോലെ എല്ലാം ഒന്ന് പരത്തി എടുക്കണം. തീരെ കനം കുറച്ച് തന്നെ പരത്തിക്കൊള്ളൂ കേട്ടോ. ഇതേപോലെ നമുക്ക് പരത്തി എടുക്കാം. ഇച്ചിരി നന്നായിട്ട് പൊടി ഇട്ടിട്ട് വേണം കേട്ടോ പരത്തി എടുക്കാനായിട്ട്. അല്ല ചപ്പാത്തി പ്രസ്സിലാണെന്നുണ്ടെങ്കിലും മതി. അതിന് ഇച്ചിരി തീരെ കനം കുറച്ച് എടുക്കാമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് എടുക്കാം കേട്ടോ. ഇതേപോലെ എല്ലാം ഒന്ന് പരത്തി എടുക്കുക. ചപ്പാത്തിക്കുള്ളതെല്ലാം ഞാൻ പരത്തി വെച്ചു. അതിന് ശേഷം നമുക്ക് ഓരോന്നെടുത്ത് നമുക്ക് ഇതേപോലെ ഇതിൻ്റെ അകത്ത് ഫില്ല് ചെയ്തിട്ട് നമുക്ക് ഓരോന്ന് നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുത്ത് വെക്കാം. കുറേശ്ശെ നമ്മൾ എടുക്കുക. എടുത്തതിന് ശേഷം ഇതേപോലെ നമുക്കൊന്ന് ചെയ്തെടുക്കാം. ഇതേപോലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് മടക്കിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ ഞൊറിഞ്ഞ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇതേപോലെ എടുക്കാവുന്നതാണ്. ഇതേപോലെ ഞൊറിഞ്ഞെടുത്ത് നമുക്ക് ഇതേപോലെ ഫില്ല് ചെയ്ത് നമുക്ക് ഇഡ്ഡലി പാത്രത്തിനകത്ത് പുഴുങ്ങി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതേപോലെ നമുക്ക് ഉണ്ടാക്കിയെടുത്ത് വയ്ക്കാം. ഇതിൻ്റെ അകത്ത് നിറച്ച് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതേപോലെ ഇഡ്ഡലി പാത്രത്തിൽ തട്ടിൽ നമുക്ക് എടുത്ത് വയ്ക്കാം കേട്ടോ. ഇതേപോലെ നിറച്ച് ഞാൻ എടുത്ത് വയ്ക്കട്ടെ. ഇതെല്ലാം ഒരു ഇഡ്ഡലി കുക്കറിനകത്ത് ഞാൻ വെച്ചിരിക്കുകയാണ്. ഇഡ്ഡലി തട്ടിൽ ഞാൻ വെച്ചിരിക്കുകയാണ്. നമുക്ക് തീ കത്തിച്ചതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഭക്ഷണമാണ് കേട്ടോ ഇത് വെന്തോന്ന് നമുക്ക് നോക്കാം. ഇതെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫുഡ് നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം. ആവിയിൽ വേവുന്നതല്ലേ, മൈദയൊക്കെ ആവിയിൽ വേവുന്നതാണ്. ചിക്കൻ കൊണ്ട് തന്നെ വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചിക്കനും കൂടെ മിക്സ് ചെയ്തുണ്ടാക്കാം, അല്ലെങ്കിൽ വെജിറ്റബിൾ തന്നെ ഉണ്ടാക്കാം. നിങ്ങളെല്ലാവരും ഇതേപോലെ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡൊന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകാതെ ഒന്ന് ചെയ്യുക കേട്ടോ. താങ്ക് യു.